നമസ്കാരം. ഡിവൈൻ വർഷിപ്പ് ബൈ ലക്ഷ്മിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയുന്നത് സെപ്റ്റംബർ മാസത്തിലെ മൈത്രേയ മുഹൂർത്തം, ത്രിപുഷ്കര യോഗം, സെപ്റ്റംബർ മാസത്തിലെ സ്വിച്ച് വേർഡിനെ കുറിച്ചും ഡെയിലി മന്ത്രാസിനെ കുറിച്ചുമാണ്. ആദ്യം നമുക്ക് ഡെയിലി മന്ത്രാസ് നോക്കാം. സെപ്റ്റംബർ 1-ാം തീയതി ഓം വിനായകായ നമ, അത് 27 തവണ ചൊല്ലണം. അതിനോടൊപ്പം തന്നെ ഓം വാരാഹി ദേവിയെ നമ. സെപ്റ്റംബർ 2-ാം തീയതി ഓം കുമാരായ നമ. 3-ാം തീയതി ഓം ലക്ഷ്മി കുബേരായ നമ. 4-ാം തീയതി ഓം കൃഷ്ണായ നമ. 5-ാം തീയതി ഓം ഹം ഹനുമതേ നമ. 6-ാം തീയതി ഓം ശിവസൂര്യായ നമ. 7-ാം തീയതി ഓം നമോ നാരായണായ. 8-ാം തീയതി ശംഭോ ശിവശംഭോ. 9-ാം തീയതി ഓം നാഗരാജായ നമഃ. 10-ാം തീയതി ഓം പിതൃഭ്യോ നമ. 11-ാം തീയതി ഓം ശ്രീം ശ്രീയേ നമ. 12-ാം തീയതി ഓം ശ്രീ രാമദൂതായ നമ. 13-ാം തീയതി ഓം വിനായകായ നമ. 14-ാം തീയതി ഓം ഗം ഗണപതയേ നമ. 15-ാം തീയതി ഓം സ്കന്ദായ നമ. 15-ാം തീയതി ഓം സ്കന്ദായ നമ 27 തവണ. അപരാജിത 27 തവണ. 16-ാം തീയതി ഓം ദക്ഷിണാമൂർത്തയെ നമ. എല്ലാ നാമങ്ങളും 27 തവണയാണ് ചൊല്ലേണ്ടത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. മെമ്പേഴ്സ് ഉള്ള വീഡിയോയിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൈത്രേയ മുഹൂർത്ത സമയം നോക്കാം. സെപ്റ്റംബർ മാസത്തിൽ 3 മൈത്രേയ മുഹൂർത്തമാണ് വരുന്നത്. സെപ്റ്റംബർ 1-ാം തീയതിയാണ് ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം വരുന്നത്. മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് ജ്യോതിഷപ്രകാരം നമുക്ക് എത്ര കടങ്ങളുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് കടങ്ങൾ തിരിച്ചടയ്ക്കാൻ തുടങ്ങിയാൽ അത് വളരെ പെട്ടെന്ന് നമുക്ക് അടച്ചു തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് ഓൺലൈനായിട്ട് കടങ്ങൾ തിരിച്ചടയ്ക്കാം. അതിന് സാധിക്കാത്തവർക്ക് ഒരു പേപ്പർ കവർ എടുത്തിട്ട് ആർക്കാണോ നമ്മൾ പണം കൊടുക്കേണ്ടത്, അതായത് ഏത് ബാങ്കിൽ നിന്നാണോ ലോൺ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ കയ്യിൽ നിന്നാണെങ്കിൽ ആ വ്യക്തിയുടെ പേരോ ബാങ്കിന്റെ പേരോ എഴുതിയിട്ട് മൈത്രേയ മുഹൂർത്ത സമയത്ത് നമുക്ക് സാധിക്കുന്ന ഒരു ചെറിയ എമൗണ്ട് ആ കവറിനുള്ളിൽ പ്രാർത്ഥനയോടുകൂടി വെക്കാവുന്നതാണ്. നമ്മുടെ കുലദൈവത്തിനെ പ്രാർത്ഥിക്കണം, ഗണപതി ഭഗവാനെയും സുബ്രഹ്മണ്യ സ്വാമിയെയും പ്രാർത്ഥിച്ച് എത്രയും പെട്ടെന്ന് ഈ കടങ്ങൾ അടച്ചു തീർക്കാൻ സാധിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ആ കവറിലേക്ക് ഈ ഒരു സമയത്ത് പണം വെക്കേണ്ടത്. വീട്ടിൽ പച്ചക്കർപ്പൂരം ഉള്ളവർക്ക് ആദ്യത്തെ പ്രാവശ്യം ആ കവറിനുള്ളിലേക്ക് ഒരു പീസ് പച്ചക്കർപ്പൂരം കൂടി ഇട്ട് വെക്കാവുന്നതാണ്. നമ്മുടെ കടങ്ങളൊക്കെ അടച്ചു തീർത്തതിന് ശേഷം ഒന്നുകിൽ ആ തുക കടം അടച്ചു തീർക്കുന്നതിനായി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്കത് അന്നദാനത്തിനോ ക്ഷേത്രത്തിൽ എണ്ണയോ പൂക്കളോ ഒക്കെ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയോ ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പാടില്ല. അർച്ചന മുതലായ വഴിപാടുകൾ നമ്മുടെ പേരിൽ നടത്തുന്നതിന് വേണ്ടിയും എടുക്കാൻ പാടില്ല. ഇത് കൂടാതെ നമ്മുടെ ഒരു ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയും നമുക്ക് ഈ ഒരു സമയത്ത് കവറിൽ പൈസ ഇട്ട് വെക്കാവുന്നതാണ്. ഒരു വീട് വേണം, കാറ് വേണം, അല്ലെങ്കിൽ കുട്ടികളുടെ വിവാഹം നടക്കണം, വിദ്യാഭ്യാസത്തിനുള്ള തുക ലഭിക്കണം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉള്ളവർക്കും ഈ ഒരു സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കവറിൽ ഒരു ചെറിയ എമൗണ്ട് ഇട്ട് വെക്കാവുന്നതാണ്. അത് സാധിച്ചതിന് ശേഷം ഇതേപോലെ തന്നെ ആ തുകയും ചെയ്യേണ്ടത്. ഇനി നമുക്ക് ടൈം നോക്കാം. സെപ്റ്റംബർ 1-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 8:47 മുതൽ 10:34 വരെയുള്ള സമയമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഓരോ സ്റ്റേറ്റിലും ഒരു 5-10 മിനിറ്റിന്റെ വ്യത്യാസമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ 8:47 PM സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ പോലും ഒരു 10 മിനിറ്റിന് ശേഷം കവറിൽ പൈസ ഇട്ട് വെക്കാൻ ശ്രമിക്കുക. മേടം ലഗ്നവും അശ്വതി നക്ഷത്രവുമാണ് ഒന്നിച്ചു വരുന്നത്. എപ്പോഴും മേടം ലഗ്നവും അശ്വതി നക്ഷത്രവും വൃശ്ചിക ലഗ്നവും അനിഴം നക്ഷത്രവും വരുമ്പോഴാണ് മൈത്രേയ മുഹൂർത്തം വരാറുള്ളത്. രണ്ടാമത്തെ മൈത്രേയ മുഹൂർത്തം സെപ്റ്റംബർ 17-ാം തീയതി വ്യാഴാഴ്ചയാണ്. രാവിലെയാണ് 10:11 മുതൽ 12:21 വരെയുള്ള സമയമാണ്. അത് വൃശ്ചിക ലഗ്നവും അനിഴം നക്ഷത്രവുമാണ്. മൂന്നാമത്തെ മൈത്രേയ മുഹൂർത്തം സെപ്റ്റംബർ 28-ാം തീയതി തിങ്കളാഴ്ചയാണ്. അതും സന്ധ്യയ്ക്കാണ്. 7:01 മുതൽ 8:48 വരെയുള്ള സമയമാണ്. മേടം ലഗ്നവും അശ്വതി നക്ഷത്രവുമാണ്. ഇനി ഈ സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് വീട്ടിലെപ്പോഴും ഐശ്വര്യം ഉണ്ടാകുന്നതിനും
നമുക്ക് ഏതൊരു തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതൊക്കെ സോൾവ് ചെയ്യുന്നതിനും വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന 3 വഴിപാടുകളെ കുറിച്ചാണ് പറയുന്നത്. ചെയ്യാൻ സാധിക്കുന്നവർക്ക് ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. ആദ്യത്തേത്, അനാവശ്യ ചിലവുകളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നതിനും അതുപോലെ തന്നെ ശത്രുശല്യം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവായി കിട്ടുന്നതിന് ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്ര ദർശനമാണ് ചെയ്യേണ്ടത്. ഇത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാം. അതിന് സാധിക്കാത്തവർക്ക് നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ ചെയ്യാം. ആഴ്ചയിൽ ഏതൊക്കെ ദിവസമാണ് നല്ലതെന്ന് പറഞ്ഞ് ഒന്നുകിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച. ഇത് രണ്ടും സാധിക്കാത്തവർക്ക് ബുധനാഴ്ചയോ ഞായറാഴ്ചയോ ദർശനം നടത്താവുന്നതാണ്. ആദ്യം പറഞ്ഞ 2 ദിവസങ്ങൾ കൂടുതൽ നല്ലതാണ്. അവിടെ പോയി നമ്മുടെ പേരിലൊരു അർച്ചനയൊക്കെ നടത്തിയാൽ മതി. ഭഗവാന് തുളസിമാലയും സമർപ്പിക്കാം. ഇനി രണ്ടാമതായിട്ട്, വീടിനടുത്ത് ദുർഗാദേവിയുടെ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ദേവിക്ക് അഭിഷേകത്തിന് പാൽ വാങ്ങിക്കൊടുക്കാം, അല്ലെങ്കിൽ പാലഭിഷേകത്തിന് രസീത് എടുക്കുക. ഇത് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ദേവിക്ക് അവിടെ പാൽപായസ വഴിപാട് നടത്താവുന്നതാണ്. കൂടുതലായും ദുർഗാദേവിയുടെ ക്ഷേത്രത്തിൽ നെയ്പായസം, കടുംപായസം ഒക്കെയാണ് നടത്താറുള്ളത്. എന്നാൽ ഈ സെപ്റ്റംബർ മാസത്തിൽ പാൽപായസ വഴിപാട് ആ ക്ഷേത്രത്തിൽ ഉണ്ടെങ്കിൽ അത് നടത്തുന്നത് കൂടുതൽ നല്ലതാണ്. ഇത് ചെയ്യേണ്ട ദിവസം എന്ന് പറയുന്നത് ഒന്നുകിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച. അത് രണ്ടും സാധിക്കില്ല എന്നുള്ളവർക്ക് ഞായറാഴ്ച ചെയ്യാവുന്നതാണ്. ഇനി മൂന്നാമതായിട്ട്, നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും ഐശ്വര്യം ഉണ്ടാകുന്നതിനും വീട്ടിലെല്ലാവരും സ്നേഹത്തോടുകൂടി കഴിയുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ചൊല്ലാവുന്ന ഒരു നാമം എന്ന് പറയുന്നത് ഓം നമോ നാരായണായ. ഇത് വിളക്കിന് മുന്നിലിരുന്ന് ചൊല്ലണം എന്നൊന്നുമില്ല. നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത്, നമുക്ക് നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ എപ്പോ വേണമെങ്കിലും ഓം നമോ നാരായണായ എന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കാവുന്നതാണ്. കൗണ്ടിങ് ഒന്നുമില്ല. ഓർക്കുമ്പോഴൊക്കെ തന്നെ മനസ്സിൽ ഓം നമോ നാരായണായ എന്ന് ചൊല്ലാവുന്നതാണ്. അത് നമുക്ക് ഐശ്വര്യം മാത്രമല്ല, ഭഗവാന്റെ ഒരു പ്രൊട്ടക്ഷനും നമുക്കെപ്പോഴും ലഭിക്കും. ഇത് ഈ സെപ്റ്റംബർ മാസത്തിൽ ചെയ്യേണ്ട 3 കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു നാമം റിപ്പീറ്റായി ചൊല്ലാവുന്നതാണ്. ഈ സെപ്റ്റംബർ മാസത്തിലെ സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് സെപ്റ്റംബർ ഗ്ലോ, ക്യാഷ് വിൽ ഗ്രോ. ഇത് 30 തവണ എഴുതി എല്ലാ ദിവസവും അതൊരു 30 തവണ വായിക്കാവുന്നതാണ്. ഇനി എഴുതാൻ ഇഷ്ടമുള്ളവർക്ക്, അതായത് എഴുതാൻ സമയമുള്ളവരാണെങ്കിൽ എല്ലാ ദിവസവും 30 തവണ ഇത് എഴുതാവുന്നതാണ്. ഇത് എഴുതുമ്പോൾ മറ്റു ചിന്തകളൊക്കെ മാറ്റി ഈ സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് ലഭിക്കുന്ന പണം അനാവശ്യമായൊന്നും ചെലവായി പോകാതെ നമുക്ക് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും സമ്പാദിക്കാനും ഒക്കെ സാധിക്കും എന്നുള്ള ആ ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി എഴുതണം എന്ന് മാത്രം. 30 തവണ ഇത് വായിക്കുമ്പോഴും നമ്മുടെ പണം അനാവശ്യമായി ചിലവായി പോകില്ല. നമുക്ക് എല്ലാ കാര്യത്തിനും അത് ഉപയോഗിക്കാനും സമ്പാദിക്കാനും സേവ് ചെയ്യാനും സാധിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി വേണം ഇത് പറയേണ്ടതും. സെപ്റ്റംബർ മാസത്തിൽ വാസ്തു ദിവസമില്ല. ഇനി നമുക്ക് ത്രിപുഷ്കര ദ്വിപുഷ്കര യോഗ സമയം നോക്കാം. സെപ്റ്റംബർ മാസത്തിൽ ദ്വിപുഷ്കര യോഗമില്ല. ഒരേ ഒരു ത്രിപുഷ്കര യോഗം മാത്രമാണുള്ളത്. ത്രിപുഷ്കര യോഗം എന്ന് പറയുന്നത് ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ വീണ്ടും 2 തവണ കൂടി ചെയ്യാൻ സാധിക്കും എന്നാണ്. അതായത് 3 തവണ ടോട്ടലായിട്ട് നമുക്ക് ആ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പുതിയ വസ്ത്രം വാങ്ങാൻ, സ്വർണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യുന്നത് നല്ലതായിരിക്കും. സെപ്റ്റംബർ 12-ാം തീയതി ശനിയാഴ്ച 7:46 മുതൽ രാവിലെ 7:46 മുതൽ ഉച്ചയ്ക്ക് 12:55 വരെയാണ് ത്രിപുഷ്കര യോഗം വരുന്നത്. ഒരേ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.